ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ പണ്ടുള്ളവർ പറയും ഒരാളുടെ ഭംഗി അല്ലെങ്കിൽ അയാളുടെ വൃത്തി എന്ന് പറയുന്നത് അയാളുടെ കാലുകൾ നോക്കിയാൽ അറിയാവുന്ന കേട്ടിട്ടില്ല. അപ്പോഴത്തേക്ക് ഇപ്പോൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ കാലിലേക്ക് ഒന്ന് ഒരു മിന്നായം പോലെയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇപ്പോൾ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാലുകൾക്ക് വരുന്നത് വിണ്ട് കീറുക അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുക, അതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റുന്നതിന് നമുക്ക് കുറച്ച് ടിപ്സൊക്കെ യൂസ് ചെയ്താൽ ഇതൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് കാലുകൾ വെക്കാൻ പറ്റും. ആര് കണ്ടാലും പറയില്ല വൃത്തിയില്ലാന്ന്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കുറച്ച് സ്ക്രബുകൾ നമുക്കൊന്ന് നോക്കി വെച്ച് വരാം. ആദ്യത്തെ സ്ക്രബ് മിൻറ്റിൻ്റെ സ്ക്രബാണ്, പുതിനയുടെ. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന അളവിലെടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കാല് നന്നായിട്ട് തേച്ചിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. സെയിം പ്രൊസീഡിങ്സ് തന്നെയാണ് എല്ലാത്തിലും. അപ്പോൾ അടുത്തത് കോഫി സ്ക്രബാണ്. ഇതും ഇതേ അളവിലെടുത്തിട്ട് നമുക്ക് കാലുകളിൽ തേച്ച് ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. എല്ലാം അങ്ങനെ തന്നെയാണ്, സെയിം രീതി തന്നെയാണ്. അടുത്തത് ബേക്കിംഗ് സോഡ സ്ക്രബാണ്. ഇതും ഈ പറഞ്ഞേക്കുന്ന അളവിലെടുത്തിട്ട് നമുക്ക് കാലുകൾ നന്നായിട്ട് തേച്ച് കുറച്ച് നേരം വെച്ച് ഉണങ്ങി കഴിയുമ്പോൾ കഴുകിക്കളയാം. കൂടുതലും കാലുകളിൽ ക്രാക്ക് ഹീൽസൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കെയറിങ് കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പാദങ്ങൾ വെച്ച് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ക്രബുകളൊക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് നല്ല റിസൾട്ട് വന്നോളും. അപ്പോൾ ഓരോ സ്ക്രബുകൾ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. എല്ലാവരും നോട്ട് ചെയ്തിട്ട് അത് ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നോട് പറയണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓരോന്നും യൂസ് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. എല്ലാവർക്കും ഒരുപോലെ എഫക്റ്റ് ആവണമെന്നില്ല. പിന്നെ എപ്പോഴും കാലുകൾ ഇടയ്ക്കൊന്ന് സോക്ക് ചെയ്യാനും പെഡിക്യൂർ ചെയ്യാനും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വീട്ടിലുണ്ടാക്കുന്ന സാധനം എൻ്റെ ഒരു വീഡിയോ ഇട്ട് ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം, പെഡിക്യൂറിൻ്റെ വീഡിയോ. അതങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വീട്ടിലുള്ള തുച്ഛമായ സാധനങ്ങൾ കൊണ്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ പെഡിക്യൂർ ചെയ്യാൻ പറ്റും. അതും വീഡിയോയും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ സ്ക്രബൊക്കെ യൂസ് ചെയ്തിട്ട് കാലുകൾ എങ്ങനെയാവുന്നുണ്ട് എന്ന് എനിക്ക് കമൻറ്റായിട്ട് പറഞ്ഞു തരണം. അപ്പോഴത്തേക്ക് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ടാറ്റാ.